കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. എഫേസോസ് 4:26. നമ്മൾ ഒത്തിരിയേറെ ദേഷ്യപ്പെടുന്ന ആളുകളാണല്ലോ. പല കാര്യങ്ങളിലും ഒത്തിരി ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ അതൊരു പാപമായി തീരുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദേഷ്യം മനുഷ്യന്റെ സ്വാഭാവികമായ നേച്ചറാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോൾ, നമ്മൾ അംഗീകരിക്കാത്ത കാര്യം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അത് അതിൽ തന്നെ തിന്മയാകുന്നില്ല. എന്നാൽ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുമ്പോൾ അത് തിന്മയായി പരിണമിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിന്റെ കൂട്ടായ്മയെ നശിപ്പിക്കുന്ന വിധത്തിൽ അത് നീണ്ടു നിൽക്കുകയോ ദൈവത്തിന്റെ തിരുമനസ് നമ്മളിൽ നിറവേറ്റുന്നതിൽ നിന്ന് നമ്മെ അത് അകറ്റി നിർത്തുകയോ ചെയ്യരുത് എന്നാണ്. നമ്മളുടെ സ്വാഭാവിക നേച്ചറാണ് നമുക്ക് ദേഷ്യം വരിക എന്നുള്ളത്. എന്നാൽ അത് പിശാചിന് പ്രവർത്തിക്കാൻ ഒരു കാരണമായി തീർക്കരുത്.